ഹായ് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മുടെ തിരുവോണ ദിവസമായിട്ടൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു. നമ്മുടെ ഫസ്റ്റ് ഓണം വീഡിയോ ആണ് ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ ഇപ്പോൾ എണീച്ചത് കുറച്ച് ലേറ്റായിപ്പോയി, മണി 6 ഞാൻ 5 മണിക്ക് എണീക്കണമെന്ന് പറഞ്ഞ് ഞാൻ ആരംഭിച്ചിരുന്നു, പക്ഷെ പറ്റിയില്ല എണീക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് അത്തപ്പൂക്കൾ ഇടണം. നിങ്ങൾ പറയുന്ന കേട്ടിട്ട് ഞാൻ പരിപാടിയിൽ അവതരിപ്പിക്കുന്ന പോലെ തോന്നുന്നുണ്ട്, പക്ഷേ അല്ല, ഞാൻ ഉറക്കത്തിൽ നിന്ന് എണീച്ചുകൊണ്ട് അങ്ങനെയൊക്കെ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ നമുക്ക് ബാക്കി പരിപാടിയിൽ കാണാം. പോയാലോ? ഞാൻ വിളക്കൊക്കെ കത്തിച്ച് നല്ല കുട്ടിയായിട്ട് ഇതാ ഇവിടെ വിളക്ക് കത്തിക്കുകയാണ്. പിന്നെ അതിന് ശേഷം ഇതാ പൂവ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അത്തത്തിനുള്ളത്. അപ്പോൾ ഇതാ ഞാൻ പൂവൊക്കെ ഇതാ എടുത്ത് വെച്ചു. റോസ ഉണ്ടായിരുന്നു, ജമന്തി ഉണ്ടായിരുന്നു, പിന്നെ ഒരു വെള്ള കളറിലൊരു പൂവ് ഉണ്ടായിരുന്നു, പിന്നെ വാടാമുല നമ്മളവിടെ ഉള്ളതാണ്. അങ്ങനെ ഞാൻ ദാ അത്തമൊക്കെ ഏകദേശം സെറ്റാക്കി. കൊള്ളായിരുന്നെന്ന് എല്ലാവരും പറഞ്ഞു. ചെറുതായിട്ടൊന്ന് ചരിഞ്ഞു പോയി, എന്നാലും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലതായിരുന്നു. പിന്നെ ഇതാ നമ്മുടെ കുട്ടാപ്പിയൊക്കെ ഇവിടെ ഭയങ്കര പാലൂടിയിൽ ബിസിയിലൊക്കെയാണ്. ഓണമായിട്ട് എന്താണ് അമ്മയ്ക്ക് പറയാനുള്ളത്? പറയൂ. അമ്മൂമ്മയുടെ കൊച്ചിയിലേക്ക് എങ്ങനെയായിരുന്നു ഓണം? കൊച്ചിയിലെ എങ്ങനെയായിരുന്നു ഓണം? അടിപൊളിയായിരുന്നു. ഇപ്പൊ അടിപൊളിയായിരുന്നു. വയസ്സായപ്പോ അടിപൊളിയായി. അപ്പൊ ഗായ്സ്, ഇതാ ഞാൻ വിളക്ക് കത്തിച്ചു, അത്തമൊക്കെ ഇട്ടു, കുളിച്ചിട്ടൊക്കെ വന്നിട്ട് ഇരിക്കുവാണ്. കുളിച്ചിട്ടാണ് എല്ലാം ചെയ്തത്. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പം പുതിയ ഡ്രസ്സ് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് ഞാൻ ഊരി അങ്ങ് വെച്ചായിരുന്നു. ഞാൻ അമ്പലത്തിലൊന്നും പോകുന്നില്ല. ഓക്കെ, അപ്പം എൻ്റെ ഒരു ഓർമ്മയിൽ വെച്ച് ഓണം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ അത്ത ഇട്ട് തുടങ്ങിയത് 6ാം ക്ലാസ് തൊട്ടാൻ കണ്ടാണ് ഞാൻ അത്ത ഇട്ട് തുടങ്ങിയത്. ഇപ്പം എൻ്റെ എല്ലാ വർഷവും എനിക്ക് പറ്റുന്ന രീതിക്ക് ഞാൻ ഇടുന്നുണ്ട്. കഴിഞ്ഞ വട്ടമൊക്കെ ചേച്ചിയും കൂടെ ഉണ്ടായിരുന്നു അത്ത ഇടുന്നതായിട്ട്. അവളാണ് രാവിലെ എണീച്ചിട്ടത്. ഈ വട്ടം അവളില്ല. ഇവള് ചേട്ടൻ്റെ വീട്ടിലാണല്ലോ, സ്വാഭാവികമായിട്ടും കല്യാണം കഴിഞ്ഞ ചേട്ടൻ്റെ വീട്ടിലായിരിക്കുമല്ലോ ഓണമൊക്കെ ആഘോഷിക്കുന്നത്. അപ്പോൾ അവിടെയാണ്. അപ്പോൾ ആദ്യത്തെ ഓണമാണ് അവളില്ലാത്തത്. ഓക്കെ, അത് ചെറിയൊരു വിഷമമൊക്കെ ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇപ്പോൾ എല്ലായിടത്തും നടക്കുന്ന സംഭവമാണ് അതൊക്കെ. അങ്ങനെ അടുത്ത് നമുക്കിനി കാപ്പി കുടിക്കൽ പരിപാടിയാണ്. പിന്നെ പായസം വെക്കൽ എൻ്റെ ഒരു ജോലിയാണ്. ഞാൻ പണ്ടോട്ട് ഞാൻ തന്നെയാണ് പായസം വെക്കുന്നത്. ഞാനും അവളും കൂടെ ഉണ്ട് പായസമൊക്കെ വയ്ക്കുന്നത്. കറിയാണെങ്കിലും ജസ്റ്റ് അമ്മയ്ക്കൊന്ന് ഹെൽപ്പൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ പിന്നെ വേറെ പരിപാടികളൊന്നും ഇല്ല ഇനി. ഇതുപോലെ ഷൂട്ട് എഡിറ്റിംഗ് ഒക്കെ ഉണ്ട്, കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള ഒരു പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ എനിക്ക് കല്യാണത്തിൻ്റെ വീഡിയോസ് ഒന്നും കുറേ എനിക്ക് എഡിറ്റ് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല ഇതുവരെ, സമയം കിട്ടുന്നില്ല. അപ്പം എന്തായാലും ഞാൻ അതിൻ്റെ വീഡിയോസൊക്കെ എന്തായാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമുക്ക് നെക്സ്റ്റ് ഫുഡൊക്കെ കഴിച്ചിട്ട് കാണാം. പിന്നെ നമുക്ക് കാപ്പി ഇഡലി സാമ്പാറാണ്. നമ്മളവിടെ എപ്പോഴും തിരുവോണത്തിന് ഇഡലി സാമ്പാറിന് അടിപൊളിയായിരുന്നു ഇഡലി സാമ്പാർ. അതിനുശേഷം മാമനൊക്കെ വന്നിരുന്നു, പിന്നെ അതിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ. ഇവിടെ പായസമൊക്കെ ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്, സെറ്റായിട്ടുണ്ട്. ഇനി നമ്മുടെ സദ്യയും കൂടെ മാത്രം കഴിച്ചാൽ മതി. ഇപ്പം മാമനും അമ്മുമ്മയും അച്ഛനും ഒക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സെക്കൻഡ് ഞാനും അമ്മയാണ്. ഓണക്കോതി കിട്ടി, തുന്തയായോ ഓണക്കോതി കിട്ടിയപ്പോ? ബിസ്ക്കറ്റ് എന്തിനു വേണം ഇനി? ഓണക്കോതി കിട്ടിയല്ല. അപ്പോൾ ഇതാ സദ്യയൊക്കെ നമ്മളിതാ കഴിച്ചു. അടിപൊളി സദ്യയായിരുന്നു അമ്മയുടെ സദ്യ. പിന്നെ പായസമൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വച്ചുകൊണ്ട് പറയാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. പിന്നെ 4-4:30 ആയപ്പോഴത്തേക്ക് അച്ഛന് ജ്യൂസ് കുടിക്കാനും തോന്നി. അങ്ങനെ ജ്യൂസൊക്കെ ഓർഡർ ചെയ്ത് കുടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഒരാൾ 7-8 മണിയപ്പോൾ ആരെയും വെയിറ്റ് ചെയ്തിരിക്കുന്ന പോലെ ഇരിക്കുന്നു. നോക്കിയപ്പം മാമിയും കസിനും കൂടെ വന്നായിരുന്നു. പിന്നെ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തായാലും നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.